മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ദുർഗയും കരുണയാണെങ്കിൽ രാവിലെ തന്നെ ചായയിലെല്ലാം പൊടിയെല്ലാം കലക്കുന്നുണ്ട് മഞ്ജുവിന് കൊടുക്കാനായിട്ട്. മഞ്ജുവിനെ കുഞ്ഞിൻ്റെ കൊല്ലാനുള്ള ഉദ്ദേശം മാത്രമാണ് ദുർഗയ്ക്ക്. അപ്പോൾ ദുർഗ ചോദിക്കുന്നുണ്ട്, മോളെ ഈ പൊടി കുടിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടാകുമോ, മഞ്ജുവിന് എന്തെങ്കിലും സംഭവിക്കുമോ എന്നൊക്കെ കരുണയോട് ചോദിക്കുമ്പോൾ കരുണ പറയുന്നുണ്ട്, ഒരു കുഴപ്പവും സംഭവിക്കില്ല അമ്മേ, ഞാൻ കുടിച്ചതല്ലേ, കുഞ്ഞ് മാത്രമേ നഷ്ടമാവുള്ളൂ, അതുകൊണ്ട് ധൈര്യമായിട്ട് അമ്മ കുറച്ചുകൂടെ ചേർത്തോളാൻ പറയുന്നുണ്ട്. അതനുസരിച്ച് നമ്മുടെ ദുർഗയാണെങ്കിൽ കുറച്ചുകൂടെ ചേർക്കുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം ഒളിഞ്ഞു നിന്ന് കാണുന്ന മഞ്ജു ആണെങ്കിൽ ചായക്കകത്ത് ഇവരെന്തോ പൊടി കലക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അങ്ങനെ മഞ്ജു ആണെങ്കിൽ നമ്മുടെ മഹാലക്ഷ്മിയോടായിട്ട് പറയുന്നുണ്ട്, അവരെന്തോ ചായക്കകത്ത് കലക്കുന്നുണ്ട്, എൻ്റെ കുഞ്ഞിനെ കൊല്ലുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് അങ്ങനെ ചെയ്യുന്നത്. അതുകൊണ്ട് ആ ചായ കുടിക്കുന്നതായിട്ട് തന്നെ കാണണം, എൻ്റെ കുഞ്ഞ് നഷ്ടപ്പെട്ടെന്ന് തന്നെ അവർ മനസ്സിലാക്കണമെന്നൊക്കെ മഞ്ജു ആണെങ്കിൽ മഹാലക്ഷ്മിയോടായിട്ട് പറയുന്നുണ്ട്. പിന്നീട് ദുർഗയും കരുണയും കൂടെ മഞ്ജുവിന് ആ ചായ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. സ്പെഷ്യൽ ചായയാണ് മോളെ, മസാല ഇട്ട ചായയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ മഞ്ജുവിന് കൊടുക്കുന്നു. മഞ്ജു ആണെങ്കിൽ ആ ചായ മേടിച്ച് കുടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നീട് അടുക്കളയിലോട്ട് പോയ മഞ്ജുവും മഹാലക്ഷ്മിയും ആണെങ്കിൽ ആ ചായയാണെങ്കിൽ മഞ്ജു കൊട്ടിക്കളയുന്നുണ്ട്. എന്നിട്ട് മഹാലക്ഷ്മിയോടായിട്ട് പറയുന്നുണ്ട്, ഏട്ടത്തി ഇനി ഇവിടെ നിൽക്കേണ്ട, എൻ്റെ കൂടെ ഞാൻ പോകുമ്പോൾ വന്നേരം, ഇവിടെ നിന്നാൽ പ്രശ്നമാണ്. അന്ന് പായസത്തിൽ വിഷം കലക്കിയതുപോലെ ഏട്ടത്തിക്ക് എന്തെങ്കിലും വിഷം കലക്കി തരും, അതുകൊണ്ട് ഇവരെ വിശ്വസിച്ച് ഇവിടെ നിൽക്കാൻ കൊള്ളില്ല, ഏട്ടത്തി എൻ്റെ കൂടെ തന്നെ പോകുന്നേരെന്ന് പറയുന്നുണ്ട്. അവിടെയാണെങ്കിൽ പിന്നെ പേടിക്കാനില്ലല്ലോ, നമ്മൾ രണ്ടുപേരുമല്ലേ ഉള്ളൂ എന്നൊക്കെ മഞ്ജു പറയുമ്പോഴേക്കും മഹാലക്ഷ്മി പറയുന്നുണ്ട്, എന്നാൽ ഞാൻ ആദ്യം മോളുടെ വീട്ടിലോട്ട് വരാം, അതിനുശേഷം ഞാൻ ലേഖയുടെ അടുത്ത് പൊക്കോളാം എന്നെല്ലാം പറയുന്നുണ്ട്. പിന്നീട് മലയ്ക്ക് പോയിട്ടുള്ള കണ്ണൻ്റെയും കൂട്ടരുടെയും കഥ കഴിഞ്ഞു കാണുമെന്ന് വിശ്വസിച്ചുകൊണ്ട് വളരെ സന്തോഷിക്കുകയാണ് ഉണ്ണിയും കരുണയും. അങ്ങനെ കരുണയും ഉണ്ണിയും കൂടെ സംസാരിക്കുന്നുണ്ട്. മേഘേട്ടനൊന്നും വിളിച്ചില്ലല്ലോ, ഒരു വിവരവും അറിയാൻ പറ്റിയിട്ടില്ലല്ലോ, കാര്യം അവരെല്ലാം തീർന്നു കാണും, അതുകൊണ്ടായിരിക്കും മേഘേട്ടന് സർപ്രൈസായിട്ട് വെച്ചിരിക്കുന്നതായിരിക്കും. എന്താണെങ്കിലും ഇനിയുള്ള കാലം നമ്മൾ വേണം ഇവിടെ കമലേശ്വരം ഗ്രൂപ്പ് ഭരിക്കാൻ, നമ്മളുടെ അണ്ടറിലായിരിക്കണം കമലേശ്വരം ഗ്രൂപ്പ് ഓഫ് ഫിനാൻസ് എന്നൊക്കെ പറയുന്നുണ്ട് നമ്മുടെ കരുണ. അപ്പോൾ ഉണ്ണി പറയുന്നുണ്ട്, നമ്മൾ സന്തോഷിക്കാൻ വരട്ടെ കരുണേ, എന്താണെങ്കിലും വിവരങ്ങളെല്ലാം അറിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മളുടെ ഈ സന്തോഷം നീണ്ടു നിൽക്കുകയുള്ളൂ എന്നൊക്കെ ഉണ്ണി പറയുന്നുണ്ട്. പിന്നീട് മേഘൻ്റെ ഒരു വിവരവും ഇല്ലല്ലോ എന്ന് ആലോചിച്ച് ആകെ വിഷമിച്ച് നിൽക്കുകയാണ് പ്രതാപൻ. അങ്ങനെ പ്രതാപൻ്റെ അടുത്തോട്ട് മുത്തശ്ശി വരുന്നുണ്ട്. എടാ പ്രതാപ, ഒരു വിശേഷവും നമ്മൾ അറിഞ്ഞില്ലല്ലോ, മേഘൻ നിന്നെ വിളിച്ചില്ലേ, അവൻ്റെ കഥ കഴിയുമോ എന്തോ എന്നൊക്കെ മുത്തശ്ശി പറയുമ്പോഴേക്കും പ്രതാപൻ പറയുന്നുണ്ട്, ശരിയാണ്, മേഘനൊന്നും വിളിച്ചില്ല, അവൻ വിളിക്കുന്നതും പ്രതീക്ഷിച്ച് തന്നെ നിൽക്കുകയാണ് ഞാനെന്നൊക്കെ പ്രതാപൻ പറയുന്നുണ്ട്. എന്താണെങ്കിലും ഇത്തവണത്തെ അവൻ്റെ കാര്യം തീരും അമ്മേ, അതുപോലുള്ള തടിമാടന്മാരെയാണ് മേഘൻ ഏൽപ്പിച്ചിരിക്കുന്നത്, അതുകൊണ്ട് എല്ലാവരുടെയും കാര്യം കഴിഞ്ഞ് കാണുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാമെന്നൊക്കെ പ്രതാപനാണെങ്കിൽ മുത്തശ്ശിയോടായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ മേഘന് വളരെ പ്രതീക്ഷയിൽ തന്നെ ഇരിക്കുകയാണ്. അങ്ങനെ മേഘനാഥനാണെങ്കിൽ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഇവന്മാരൊന്നും വിളിച്ചില്ലല്ലോ, എന്തായിരിക്കും വിളിക്കാത്തതെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ നിൽക്കുകയാണ് മേഘൻ. എന്താണെങ്കിലും ഇവൻ്റെ കഥ കഴിഞ്ഞു കാണും, അത് നേരിട്ട് വന്ന് പറയാൻ വേണ്ടിയായിരിക്കും ഇവന്മാർ വിളിക്കാത്തത്, ഇതുപോലത്തെ കാര്യങ്ങളൊന്നും ഫോണിൽ കൂടെ പറയാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടായിരിക്കും അവന്മാർ ഫോണിൽ വിളിക്കാത്തതെന്നൊക്കെ മേഘൻ വിശ്വസിച്ചിരിക്കുകയാണ്. പിന്നീട് ദുർഗയും കരുണയും കൂടിയാണെങ്കിൽ അമ്പലത്തിൽ പോയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. അവരുടെ യാത്രയിൽ ഉടനീളം വിഘ്നങ്ങൾ എല്ലാം ഉണ്ടായിരിക്കണം ദൈവമേ, അതുകൊണ്ട് അവരുടെ തീരാ കണ്ണീര് കാണാൻ എനിക്ക് കഴിയണേ മഹാലക്ഷ്മിയുടെ എന്നൊക്കെ പറയുന്നുണ്ട് ദുർഗ. ഒരിക്കലും മടങ്ങി വരാത്തൊരു ലോകത്തോട്ട് അവനെ കൊണ്ടുപോകണേ അവൻ്റെ അച്ഛൻ്റെ അടുത്തോട്ട്, അതുകൊണ്ട് ഒരിക്കലും അവൻ തിരിച്ചു വരല്ലേ എന്നൊക്കെ ദുർഗ ആത്മാർത്ഥമായിട്ട് തന്നെ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോഴേക്കും ഒരു മണിനാഥം അടിക്കുന്നുണ്ട്. ആ മണിനാഥം കേട്ടുകൊണ്ട് തന്നെ ദുർഗ പറയുന്നുണ്ട്, അവരുടെ കഥ കഴിഞ്ഞിട്ടുണ്ടാവും, അതിൻ്റെ ഒരു സൂചനയാണ് ഈ മണിനാഥം എന്ന് കരുണയോടായിട്ട് ദുർഗ പറയുമ്പോഴേക്കും കരുണയ്ക്ക് എന്തെന്നില്ലാത്ത സന്തോഷം തന്നെയാകുകയാണ്. ഇനി മോളുടെ കാലമാണ്, മോളാണ് ഇനി കമലേശ്വരം ഗ്രൂപ്പ് ഭരിക്കേണ്ടതും എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടതെന്നെല്ലാം പറയുന്നുണ്ട്. ആ മഹാലക്ഷ്മിയുടെ തീരാ കണ്ണുനീര് കാണണമെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് തന്നെ പ്രാർത്ഥിച്ചു മോളെ, അതുകൊണ്ട് ഇനി ഒരിക്കലും അവൾക്ക് ഒരു നല്ല കാലം ഉണ്ടാവില്ല, അവളുടെ കണ്ണീര് ആരംഭിക്കാൻ പോകുകയാണെന്നെല്ലാം ദുർഗയാണെങ്കിൽ കരുണയോട് പറയുന്നത് കേൾക്കുമ്പോൾ കരുണയ്ക്കാണെങ്കിൽ ഇതിൽ പരം ഒരു സന്തോഷം ഇനി വരാനില്ല. പിന്നീട് മഞ്ജുവിൻ്റെ കൂടെ പോകാനൊരുങ്ങുന്നത് മഹാലക്ഷ്മിക്കാണെങ്കിൽ ഫോണിലൊരു മെസ്സേജ് വരുന്നുണ്ട്. അങ്ങനെ മഹാലക്ഷ്മിയാണെങ്കിൽ ഫോൺ എടുത്ത് നോക്കുമ്പോഴേക്കും അതിൽ കണ്ണൻ്റെ മെസ്സേജാണ് വന്നിരിക്കുന്നത്. അങ്ങനെ മഹാലക്ഷ്മിയാണെങ്കിൽ വളരെ സന്തോഷത്തോടു കൂടി തന്നെ ആ ഫോണിലെ മെസ്സേജുകളെല്ലാം നോക്കുന്നുണ്ട്. അപ്പോഴേക്കും അവരാണെങ്കിൽ അവിടെ വെച്ചെടുത്തിട്ടുള്ള സെൽഫിയാണ് അയച്ചു കൊടുത്തിരിക്കുന്നത്. അങ്ങനെ അത് കാണുമ്പോഴേക്കും മഹാലക്ഷ്മിക്ക് ഇതിൽ പരം ഒരു സന്തോഷം ഇനി വരാനില്ല.
അയ്യപ്പ ദർശനം കഴിഞ്ഞ് കണ്ണേട്ടനാണെങ്കിൽ എല്ലാവരും ഒത്ത് നിൽക്കുന്ന സെൽഫി കാണുമ്പോഴേക്കും സന്തോഷം കൊണ്ട് മനസ്സ് നിറയാണ് മഹാലക്ഷ്മിയുടെ. അങ്ങനെ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു എപ്പിസോഡുകളാണ് ഇനി വരാനിരിക്കുന്നത്. പുതിയൊരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം.